ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സിമ്പിൾ ടിപ്സ് മലയാളം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ആദ്യം പറയുന്ന ഒരു വലിയ സന്തോഷ വർത്തമാനമാണ്. ചെറുതൊന്നുമല്ല, ഒരുപാട് വലിയൊരു സന്തോഷ വർത്തമാനമാണ്. നമ്മളുടെ ഫാമിലി 100K കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പം 1,00,000 മെമ്പേഴ്സായി നമ്മളുടെ ഫാമിലിയിൽ. സോ എല്ലാ ഫാമിലി മെമ്പേഴ്സിനും ഞാൻ ആ സന്തോഷ വാർത്ത അറിയിക്കുകയാണ്. അപ്പോൾ ജസ്റ്റ് ഇന്നലെയാണ് കേട്ടോ അത് കംപ്ലീറ്റ് ആയത്. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി. ഈ കുറഞ്ഞ സമയത്തിൽ നമ്മൾ ഇത്രയും മെമ്പേഴ്സ് ഇത്ര പെട്ടെന്നാവുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ച ഒരു കാര്യമല്ല. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും മുമ്പോട്ട് നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ തന്നെ ഉണ്ടാവണം. പോസ്റ്റ് ചെയ്യുന്ന വീഡിയോസും ഒക്കെ കാണണം എല്ലാവരും. അപ്പോൾ എന്താ പറയുക, എങ്കിൽ മാത്രമേ നമുക്ക് ഒന്നിച്ച് മുമ്പോട്ട് പോയാൽ മാത്രമേ ഒരു നല്ല ഒരു ഇതുണ്ടാവുള്ളൂ, ഒരു ഫീൽ എനിക്കും ഉണ്ടാവുള്ളൂ. അപ്പോൾ എല്ലാവരും എൻ്റെ കൂടെ തന്നെ ഉണ്ടാവണം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരുപാട് നന്ദി. അപ്പോൾ ഇനി നമ്മളുടെ ഫാമിലിയിലോട്ട് വരാൻ പോകുന്നവർക്ക് വേണ്ടിയിട്ട് എന്നെ ചിലർക്കൊക്കെ അറിയാം, എൻ്റെ ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഏകദേശം എന്നെ അറിയാം. എൻ്റെ പേര് സരിത എന്നാണ്. നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത് കുറച്ച് നാച്ചുറൽ റെമഡീസ്, ബ്യൂട്ടി വ്ളോഗ്സ്, DIYs അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത ഒരു പെഡിക്യൂറാണ് കേട്ടോ കാണിക്കുന്നത്. പെഡിക്യൂർ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ബ്യൂട്ടി പാർലറിലൊക്കെ പോയി ഒരുപാട് പൈസ ചിലവാക്കിയിട്ടൊക്കെയാണ് ആൾക്കാർ ചെയ്യുന്നത്. പക്ഷേ എനിക്ക് എക്സ്പീരിയൻസ് ആയ പെട്ടെന്ന് പിഗ്മെൻറ്റേഷൻ, സൺ ടാൻ റിമൂവ് ചെയ്യുന്ന ഒരു പെഡിക്യൂറാണിത്. അപ്പോൾ ഒരുപാട് പേര് നേരത്തെ ഒരെണ്ണം ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരുപാട് പേർക്ക് ഇത് ഇഷ്ടമായിട്ടുണ്ട്. അപ്പം ഇതും ഒരു 3 സ്റ്റെപ്സ് പെഡിക്യൂറാണ്. പെട്ടെന്ന് ചെയ്യാൻ നമുക്ക്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ആദ്യം ഉപയോഗിക്കുന്ന റെമഡി ഭയങ്കര സൂപ്പർ ഒരു റെമഡിയാണ് നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പിൽ ഉപയോഗിക്കുന്നത്. അതിൽ തന്നെ നമ്മളുടെ ഏകദേശം സൺടാനും പിഗ്മെൻറ്റേഷൻ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളെല്ലാം റിമൂവ് ആവും. സോ ആദ്യത്തെ റെമഡി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ എല്ലാവരും എന്താ പറയുക, വളരെ ഈസിയാണ് കേട്ടോ. വീട്ടിൽ കിട്ടുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പോൾ വീഡിയോ നമുക്ക് കാണാം. ആദ്യം കുറച്ച് ചൂടുവെള്ളം എടുത്തിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് ഷാമ്പു ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ കാല് ക്ലീൻ ചെയ്യണം കേട്ടോ. ഒരു 5-6 മിനിറ്റ് ഇതുപോലെ മുക്കി വെക്കണം. മുക്കി വെച്ചതിന് ശേഷം നമ്മൾ നല്ലതുപോലെ ഒന്ന് ഇങ്ങനെ ക്ലീൻ ചെയ്യുക. ക്ലീൻ ചെയ്ത് കഴിയുമ്പോഴത്തേന് അഴുക്കൊക്കെ ഒരുമാതിരിയൊക്കെ ഇളവും കേട്ടോ. പിന്നെ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അരമുറി നാരങ്ങ എടുത്ത് ടൂത്ത് പേസ്റ്റ് വെച്ചിട്ട് ഇതുപോലെ കാലിൽ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കണം. നല്ലതുപോലെ സ്ക്രബ് ചെയ്ത് കൊടുക്കുക. ഓൾമോസ്റ്റ് എല്ലാ സൺ ടാൻ റിമൂവ് ആവാൻ വേണ്ടിയിട്ട് ഇത് അടിപൊളിയായിട്ടുള്ള ഒരു റെമഡിയാണ്. ഈ ഒരു റെമഡി ചെയ്ത് കഴിയുമ്പോൾ തന്നെ നിങ്ങളുടെ കാല് നല്ലതുപോലെ കളർ വ്യത്യാസം വരും. അത്രമാത്രം സൺ ടാൻ റിമൂവ് ചെയ്യുന്നതിന് ഒരു അടിപൊളിയായിട്ടുള്ള ഒരു റെമഡിയാണിത് കേട്ടോ. സോ ഇത് ചെയ്തതിന് ശേഷം ഒരു 5 മിനിറ്റ് ഇങ്ങനെ ചെയ്യുക. ചെയ്തതിന് ശേഷം കാല് പിന്നെയും നല്ലതുപോലെ കഴുകുക. അപ്പം അത് കഴുകിയതിന് ശേഷം നമ്മൾ ഒരു ടൂത്ത് ബ്രഷിൽ കുറച്ച് പേസ്റ്റ് എടുത്തിട്ട് നഖവും അതുപോലെ വിരലുകളുടെ ഇടയ്ക്കൊക്കെ നന്നായിട്ട് അഴുക്ക് മാറ്റണം. പിന്നെ നിങ്ങൾ നെയിൽ പോളിഷും റിമൂവ് ചെയ്യണം. അതുപോലെ നെയിൽ കട്ടറും കൊണ്ട് കട്ട് ചെയ്ത് കളയണം കേട്ടോ. എന്നിട്ട് അഴുക്കൊക്കെ ഒന്ന് എടുത്ത് കളയണം. പിന്നെ ഇതുപോലൊരു സ്ക്രബ്ബർ എടുത്ത് നന്നായിട്ട് ഡെഡ് സെൽസ് റിമൂവ് ചെയ്യാനായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. ഇത് ഞാൻ ആമസോണിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ. സോ നല്ലതുപോലെ ഇതുപോലെ സ്ക്രബ് ചെയ്ത് കൊടുക്കുക. അപ്പം ആ സ്കിന്നിൻ്റെയൊക്കെ കട്ടി മാറാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമുക്കൊരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിന് വേണ്ടത് 2 സ്പൂൺ അരിപ്പൊടിയാണ്. പിന്നീട് അതിലേക്ക് 1 സ്പൂൺ ഗോതമ്പ് പൊടി ആഡ് ചെയ്ത് കൊടുക്കണം. അരിപ്പൊടിയും ഗോതമ്പ് പൊടിയും ഇട്ടതിന് ശേഷം നമ്മൾ മൂന്നാമത് ആഡ് ചെയ്ത് കൊടുക്കുന്നത് മിൽക്ക് പൗഡറാണ്, എന്ന് വെച്ചാൽ പാൽപ്പൊടി 1 സ്പൂൺ മതി കേട്ടോ. പിന്നെ ഇത് നമ്മൾ മിക്സ് ചെയ്യാനായിട്ട് വെള്ളമൊന്നും വെച്ചിട്ട് മിക്സ് ചെയ്യരുത്, തൈര് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യാം. സോ ഇതിടുമ്പോൾ നമുക്കൊരു സ്ക്രബ്ബറായിട്ടും പ്ലസ് ഒരു പാക്കായിട്ടും ഒരു സ്റ്റെപ്പിൽ തന്നെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഒരു 5-6 സ്റ്റെപ്പൊന്നും ചെയ്യാണ്ട് തന്നെ നമുക്ക് ഒരു 2 സ്റ്റെപ്പിൽ ഇത് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നല്ലതുപോലെ ഇത് മിക്സ് ചെയ്തതിന് ശേഷം കാലിൽ അപ്ലൈ ചെയ്തിട്ട് സ്ക്രബ് ചെയ്യുക. സ്കിൻ വളരെ സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. നല്ലതുപോലെ സോഫ്റ്റ് ആവും. പ്ലസ് നമുക്ക് കാലിന് നല്ല ഒരു ഗ്ലോയിങ് ഇഫക്റ്റും ഒക്കെ കിട്ടും ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ. അപ്പോൾ നമ്മൾ കാലുകൾ എപ്പോഴും വൃത്തിയായിട്ട് സൂക്ഷിക്കണം കേട്ടോ. അപ്പോൾ പഴമക്കാർ പറയും നമ്മുടെ കാലിനുള്ള വൃത്തി കണ്ടാൽ അറിയാം നമുക്ക് എന്തുമാത്രം വൃത്തിയുണ്ടെന്ന്. സോ ഇത് നിങ്ങൾ മസ്റ്റായിട്ട് ഈ ഒരു പ്രൊസീജിയർ ഫോളോ ചെയ്യുക. മാസത്തിൽ 2 പ്രാവശ്യമെങ്കിലും ചെയ്യണം. അപ്പോൾ ഇത് ഒരു 5 മിനിറ്റ് നിങ്ങളിത് 5-6 മിനിറ്റ് ഇങ്ങനെ സ്ക്രബ് ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റ് വെച്ചതിന് ശേഷം മാത്രമേ ഇത് കഴുകിക്കളയാവൂ. അപ്പോൾ ഇതുപോലെ ഒരു ഇഫക്റ്റ് നമുക്ക് കിട്ടും. ഇതിലേക്ക് നമ്മൾ മോയ്സ്ചറൈസർ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ കാലിന് എന്തുമാത്രം വ്യത്യാസം വന്നു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു നെയിൽ പോളിഷും കൂടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ. നല്ലതുപോലെ കാല് വൃത്തിയായിട്ട് സൂക്ഷിക്കാൻ ഇത്രയും സ്റ്റെപ്പ് മതി. സോ നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് തന്നെ വളരെ ഇഫക്റ്റീവാണ്. സോ അതിൻ്റെ കൂടെ ഈ ഒരു പ്രൊസീജിയറും കൂടെ ഫോളോ ചെയ്താൽ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് നല്ല സ്മൂത്ത് ആയിട്ടുള്ള കാലുകൾ കിട്ടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്ത അടിപൊളി വീഡിയോസായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.